നമ്മൾ ലേഡീസ് എല്ലാം ഇങ്ങനെയാണ്. രാവിലെ തന്നെ തിരക്കായിട്ട് പോവാൻ നോക്കാൻ സമയമായി കേട്ടോ. അപ്പൊ അതെ, നമ്മളൊരു ശ്രീമന്തത്തിന് പോവാൻ നിൽക്കുന്നു. ആരാന്ന് പയ്യൻ പറയാട്ടാ. ഗൂഗിലെല്ലാം ഒഴിക്കുന്നതാണ്. വേഗം പോന്ന് ലേറ്റ് ആയി. ഇപ്പം തന്നെ 7:55 ട്രെയിൻ, ഇപ്പൊ 7:10. മാമിയും സാരി എടുത്തതാ. പക്ഷെങ്കിൽ ചില സാങ്കേതിക തകരാറുകൾ കാരണം ഒരു സാധനം പൊട്ടിപ്പോയി ബ്ലൗസിന്റെ. അതുകൊണ്ട് മാമി സാരി എല്ലാം പ്ലാൻ ആക്കി വെച്ചതായിരുന്നു, പൊട്ടിപ്പോയി. ഇനി പണിക്ക് പോയി മാറ്റി വരാൻ സമയമില്ല. അമ്മ അലൈനറിട്ടുണ്ട് ഇതുപോലെ വീട്ടിൽ തന്നെ. അമ്മ എന്നാലേ വേഗം ഇറങ്ങുന്നേ. പെട്ടെന്ന് 2-3 പഴം വേഗം പോയിട്ട് വേഗം ഉച്ചയാകുമ്പോ എത്തും കേട്ടോ. പോയിട്ടോ. അതെ, സീമന്തത്തിന് വളയെല്ലാം കൊണ്ട് പോണ്ടേ. ശരി, എന്നാലേ പോയിട്ട്. അപ്പൊ നമ്മളിത് പോയിക്കൊണ്ടിരിക്കലാണ്. ട്രെയിന് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. 57:50 എത്രയാണോ ട്രെയിന്. 7:10 അങ്ങനെ നമ്മള് വിട്ടെ. രാവിലെ തന്നെ പോകുന്നു നമ്മള്. എന്തെങ്കിലും അറിയാ? ഒന്നും അറിയില്ല അമ്മേ. അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കറക്റ്റ് ടൈമിന്. കോഴിക്കോടാണ് നമുക്ക് എത്തേണ്ടത്. വന്ദേ ഭാരത് വരുന്നുണ്ട്. എത്തിക്കേ, കൈനടിക്കോട്ടെ, കൈനടിക്കോ, ഇല്ല നിർത്താൻ പോകും. അപ്പൊ അങ്ങനെ നമ്മള് കോഴിക്കോട് എത്തേണ്ട ദൂരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വെച്ചാൽ അതില്ലേ, ആദ്യമായിട്ട് ഇവർക്ക് വന്ദേ ഭാരതിന്റെ ഇത് ഞാൻ കൊടുത്തേ. ഇവര് പണ്ട് അല്ലല്ല അനുവാണ്. അനു ഭയങ്കര അറിയുന്നല്ല. മറ്റേ ഈ ട്രെയിന് ഫുള്ളായി നടന്നു. നന്നായി. നമ്മളങ്ങനെ കോഴിക്കോടിന്റെ മണ്ണിൽ കലുത്താൻ വേണ്ടി പോകുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടാക്സി ആക്കിയിട്ട് സീമന്തം നടക്കുന്നിടത്തേക്ക്. സീമന്തം എന്നല്ലേ അറിയാം കവി പറയാ? ബയക്കെ. കർണാടകത്തിൽ ബയക്കെന്ന് പറയട്ടെ. നമ്മളെ നാട്ടിൽ 7ാം മാസം ചടങ്ങ് സീമന്തം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത് എന്നാ എടാ അങ്ങ് ഉള്ളിൽ അങ്ങനെ നിന്നിട്ടാകുമ്പോ എടുക്കാൻ നോക്കിടാ. അവര് വീഡിയോ എടുത്തോണ്ടിരാ. ഹായ് ബ്രോ, ഹായ് ഹായ്. എന്തല്ല എല്ലാരും എത്തിയാ? എത്തിയല്ലേ? ഓക്കെ. ആ ഇതല്ലേ അപ്പോലെ ഇതല്ലേ ഇവിടെ കണ്ണ ഇതിൽ നടക്കുന്നേ ഉള്ളു കേട്ടാ. ചിക്കൻ്റെ നോക്കുന്ന ഋഷിക്ക് ഋഷിക്ക് നോക്കറ. നമ്മൾ അപ്പു എത്തിയിട്ടുണ്ട്. എല്ലാം പിന്നെ എങ്ങനെയുണ്ട് പരിപാടിയിലും? എല്ലാരും എത്തിയാ? പെണ്ണെല്ലാം എത്തിയാ? പെണ്ണത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അറിയാ. നമ്മളെ പെണ്ണ് ഇവിടുന്ന് ഒരുങ്ങുന്നുണ്ട്. സാരീന്റെ പ്രൊമോഷനാണ് ശരിക്ക്. ഇന്നാളും എടുത്തിനല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു കേട്ടോ. മാറ്റട്ടെ പോയിട്ട്. ഇതൊരു പഴയ ബംഗ്ലാവാണല്ലേ? ഇതൊരു പഴയ ബംഗ്ലാവ് കേട്ടോ. സീമന്തം. ഓ ഇവിടെ അടിപൊളിയാട്ടാ. സെൻസറി സീമന്തം. കവി സീമന്തം ഉണ്ടേനും കഴിഞ്ഞു. അപ്പൊ ഇതാട്ടെ സ്റ്റേജ് പരിപാടിയല്ലോ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് എങ്ങനെ ഉണ്ടാ? സൂപ്പർ. എനിക്ക് കണ്ണാടി കൊടയിലും എന്താണ് ആരും എത്തിയില്ല. നമ്മളെ ഫസ്റ്റ് എത്തിയ ട്രെയിനായതുകൊണ്ട് നമ്മള് വേഗം എത്തിയട്ടാ. അപ്പോൾ നമ്മള് ഇവിടെ എത്തിയിട്ട് എല്ലാം നോക്കലാണ് കേട്ടോ. സ്റ്റേജിൽ ഇവിടെ ഒരു ഊഞ്ഞാലിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ. 100 വർഷം പഴക്കമുണ്ടല്ലോ ഈ ബംഗ്ലാവിന്. അവരത് റിനോവേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഹനാൻ ഷാന്റെ ഒരു പാട്ടുണ്ടായിരുന്നു ഇവിടെ, ഒരു ആൽബം ഇടുന്ന ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. നല്ലൊരു പന്തലെല്ലാം ആയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. മേലെ നല്ല തണലിന് പുളിമരാണ്. മനുഷ്യ നമുക്ക് ചായ ഇവിടെ പാഴ്സലാക്കിയിട്ടുണ്ടേ. അപ്പൊ നമുക്കത് കഴിക്കാം. നമ്മള് എല്ലാരും കൂടി ഇപ്പൊ ആൾക്കാരെല്ലാം വരും. എല്ലാവർക്കും വേഗം തിന്നാൻ വേണ്ടിട്ട് മടിയും ദോശ എല്ലാവരും പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവരും തിന്നില്ല. ബ്രോ എന്തെല്ലാം വിശേഷം? നമ്മളൊരു 1/2 മണിക്കൂർ ഷെയറല്ലേ?
അപ്പോൾ നമ്മളെ മോൻ്റെ ബർത്ത്ഡേൻ്റെ എല്ലാം ദിവപൂർവ്വമാണ് വീഡിയോ എടുത്തിനു. അപ്പോൾ ക്യാമറമാൻ എന്താ പറയണ്ടേ, എന്തോ പൂത്തി പറയണ്ടേ? അതെ അതെ അതെ. അമ്മ രാവിലെ എത്തിനാ? ഇന്നലെ എഴുതിണ്ടാ? ഓ ഹായ് ഹലോ ഹായ്. മേക്കപ്പ് ഇട്ടോണ്ടിരിക്കലാണ്. മുട്ടയടിച്ചു. വേഗം ഒരുങ്ങിട്ട് വാ, നമ്മള് പുറത്തേക്കാം. പലഹാരങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നു ഇവര്. കവി അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടില്ലേ ഇത് എല്ലാ സമയത്ത്? അതേപോലെ നമുക്ക് എന്തെങ്കിലും കർണാടകത്തിനായോട് വേറെ വെറൈറ്റികൾ ഇടില്ല. മണിയാട്ടിനവരെല്ലാം കൊണ്ടുവന്നില്ല. സീമന്തം നമ്മൾ ആദ്യമായിട്ട് അന്നേരം ചെയ്തത്. അതെ, കവിക്ക് ഭയങ്കര ആഗ്രഹമാണ് സീമന്ത് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ചെയ്തിനെ നമ്മള്, പക്ഷെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ലേ. അല്ല സീമന്തായിട്ടല്ലേ ഇത്, അത് അരിയില് മടിയിൽ അരിയിട്ട് പോക്കല്ലേ? ആ അതെ. പക്ഷെ ഇങ്ങനെയൊന്നുമില്ല, സ്റ്റേജ് ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അങ്ങേ പോലെ ആക്കിയ കർണാടകത്തിൽ ചെയ്യുന്ന പോലെ വളിയെല്ലാം എടുത്ത് അതെ മഞ്ഞളെല്ലാം ഇങ്ങനെ മൊത്താക്കി. ഇപ്പൊ എല്ലാവരും കേരളത്തിലെല്ലാം അതേ തന്നെയാണ്. സീമന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ വലിയ ചടങ്ങായി. പണ്ട് അമ്പലത്തിൽ പോകും, മടിയിലേറിയിട്ട് വീട്ടിലേക്ക് പോകും. വളകാപ്പിനുള്ള സ്പെഷ്യൽ ഹാമ്പേഴ്സ് നമുക്ക് വളയലുണ്ട്. അതെ വളകാപ്പ്. പിന്നെ ബൊക്കെ ഒലിവിൻ്റെ ഇതെല്ലാം ഉണ്ടല്ലോ. ഫ്രൂട്ട്സ് ഐറ്റംസ്. എന്താണ് ഇത്? സ്വീറ്റ്സ് അല്ലേ? നട്ട്സ് ഡേറ്റ്സ് എല്ലാം ഉണ്ട്. ലഡു, ജിലേബി, അച്ചപ്പം. ഇതെന്താണ് ബ്രോ? അച്ചാർ വെള്ളം ഉണ്ടാ? അച്ചാറിലുണ്ട്. ആ അങ്ങനെ അല്ലേ? ആ ഓ പ്രഗ്നന്റ് ആയ ലേഡിക്ക് കൊടുക്കണേ. ആ ശരി ശരി. ഫ്രൂട്ട്സ് ഐറ്റംസ്. ഫ്രൂട്ട്സിന്റെ സ്പെഷ്യൽ കേക്ക് അല്ലേ? ഇത് നമ്മളെ തന്നെ കഫേ ഉണ്ട് അവിടെ. ഷുഗർ ഫിൽസിന് തന്നെ കഫേ, മൂസ് കഫേ അവിടുന്ന് കേക്കാണ്. ഷുഗർ ഫിൽസ്. ഷുഗർ ഫിൽ. ആ എന്നാ പേര് കേട്ടാ. അതെ അതെ ശരിയാ. എന്തെങ്കിലും ഫംഗ്ഷൻ എന്തായാലും വിളിക്കാം. മുല്ലപ്പൂ വെച്ചിനേടാ. അപ്പൊ ഇവിടെ വന്നേരം നമ്മളെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് കവിന്റെ ഫേവറേറ്റ് ഇത്. ഇതാ ചോദിച്ചിട്ട് സ്കൂൾ സമയത്ത് സ്കൂളിൽ ഇത് 2 മരമുണ്ട്, വലിയ മരം. എപ്പോൾ നോക്കിയാലും കല്യാണം കഴിഞ്ഞാൽ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ കവി കസ്കസ് മരം ഉണ്ട് എന്ന് ചോദിച്ചു. എന്തെല്ലോ മരത്തിന് കാണിക്കുമ്പോൾ പക്ഷേ എങ്കിൽ ഏടിയും ഉണ്ടായില്ലേ. ഇപ്പം നോക്കുമ്പോൾ എല്ലാവരും പോലെ ഇത് കിട്ടും. ഒന്ന് വല്ലതും പൊട്ടിച്ചോ കവി. നമ്മളിപ്പോൾ കൊച്ചി പോയൊരു ഇത് റോഡ് സൈഡിൽ നിന്ന് പറിച്ചിട്ട് കാണിച്ചിരുന്നു. പൊട്ടിച്ചാ അടുക്ക് അടിച്ചു കൊടുക്ക കണിക്ക് പശ പശയല്ലേ കാണിച്ചേ. തരിപ്പാട്ട് നമ്മളെ മുട്ടാമ്പുളിയല്ലേ അതുപോലെ തന്നെ. എൻ്റെ പേര് സോണിയ. നമ്മളെ ചാനൽ തുടക്കം മുതൽ കാണുന്ന പറഞ്ഞു. എപ്പം കാണുന്നതിന്റെ മെസ്സേജ് അയക്കുന്ന പറഞ്ഞു. എന്തായാലും കണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റിയല്ല. സന്തോഷം. ഹായ്. ഇവ നമ്മളെ സീമന്ത സമയത്ത് അല്ല അപ്പൊ വന്നേ സീമന്തത്തിന് വന്നേ ബർത്ത്ഡേ വന്നേ. ഇവ അമ്മയും അച്ഛനും രണ്ടാളെയും കൂട്ടി സന്തോഷങ്ങളെ കാണാൻ പറ്റിയില്ലേ. ആവശ്യമായ ചന്ദനങ്ങൾ കൊടുക്കപ്പെടും.
അന്യ എങ്ങനെയെങ്കിലും കുറ്റി കേട്ടടാന്ന് ചോദിക്കും. സീമന്തം പറഞ്ഞാൽ അങ്ങനെയാന്ന് കേട്ടാ, നമ്മളെ പരിപാടിയാണ്. സീമന്തം പറഞ്ഞ നമ്മളെ പരിപാടിയാണ്, പക്ഷെ നടത്തത് മൊത്തം നിങ്ങളെ ഇതിലാണ്. മാസ ചടങ്ങിന് ഇതുപോലെ തന്നെ പച്ചസാരി തന്നെ ഉടുക്കണമെന്ന് പറയും. അതുകൊണ്ട് ആദ്യത്തെ പ്രസവത്തിൽ ഞാൻ പച്ചസാരി പറത്തി പോയിട്ട് കണ്ടുപിടിച്ചിട്ട് തോള്. പിന്നെ ഈ പ്രാവശ്യം അതേ ഒരു കിളിപ്പച്ച അല്ലേ ഏട്ടൻ കൊണ്ട് ഇവരും പച്ചസാരി എടുത്തില്ല കേട്ടാ. സ്ഥലത്ത് അങ്ങനെ അവർക്ക് ഇല്ല, ഏതും കൊടുക്കും. പച്ചസാരി ഒരു വർഷം നമ്മളെ മനുഷ്യന് കൊടുക്കണേ അവർക്ക് ഒരു വയസ്സല്ലേ. പെണ്ണിന് ഇട്ട് കൊടുക്കേണ്ട വള, കുട്ടി വള, ചോപ്പും പച്ചയും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. നമ്മൾ പോകുമെന്ന് 2:15 ട്രെയിന്. ഭക്ഷണം കാണിച്ചില്ല ഈ വീഡിയോയില്. അതെയാ ഞാൻ എടുക്കത്തില്ല, കാരണം സമയമില്ലാണ്ട ഇപ്പൊ ലാസ്റ്റ്. അപ്പൊ ആദ്യം നേരത്തെ പരിപാടി, പിന്നെ ലേറ്റായി പരിപാടി. അതെ, അപ്പൊ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ്. അതെ അതെ, അപ്പൊ നമ്മളെ ദീപുറോ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട്. പോവാം. ഓടിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. നോക്കുമ്പോഴേക്ക് ട്രെയിൻ ലേറ്റ്. അങ്ങനെ ഇട്ട ഈ വിശ്രമ മുറിയിൽ വിശ്രമിക്കലാണ്. ഋഷിക്കിനൊരു ടീമിനെ കിട്ടിയില്ല. ഋഷിക്കിനെ പോലത്തെ നാട്ടിൽ നിന്നില്ല വരുന്ന ബിസ്ക്കറ്റ് കൊടുക്കുന്ന അപ്പുറം കൊടുക്കുന്ന പരിപാടിയാണ്. ഓരോ ട്രെയിൻ യാത്രയും ഒരുപാട് സുഹൃത്തുക്കളെ ബന്ധങ്ങളൊക്കെ നൽകുന്നതാണ്. ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് കുറേ ആൾക്കാരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരുപാട് പേരുടെ ചുറ്റിലും നേരെ നമ്മൾ ചുറ്റിലിരുന്നിട്ട് നമ്മൾ വീട്ടുകാരെ പോലെയുള്ളത് വിഷയങ്ങളെല്ലാം പറയുന്നത്. അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്നത്. തലശ്ശേരി അല്ലേ? പേരെന്നാ? എന്തേച്ചികളും കുറേ സമൂസെല്ലാം കൊണ്ടുവന്നെ എല്ലാം നമ്മൾ തിന്നിർത്തിട്ടുണ്ട്. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ഉണ്ട എന്തല്ലേനും എന്തുണ്ട് അത്? ബിസ്ക്കറ്റല്ലേ? ബിസ്ക്കറ്റ്, തേങ്ങ ബിസ്ക്കറ്റ്. ഇവരെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ ഇങ്ങനത്തെ എല്ലാ പരിപാടി അവിടെ നമ്മൾ തീർത്തു. വാർഷിക കാടിയുള്ളത് പ്രസീഷ്. എവിടെയായിരുന്നാ? ഒരേ ഒരു വൈഫാ പറഞ്ഞോ? ഏത് സ്കൂളിലാ? ചിന്മയ, കാസർഗോഡ്. അങ്ങനെ എൻ്റെ മക്കള് രാവിലെ പോയി വളകാപ്പം കഴിഞ്ഞിട്ട് ഇങ്ങെത്തി. അതെ, നമ്മള് ചക്കയും ചായയും വെച്ച് പോയല്ലോ ഇരിക്കല. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി. വരുമ്പോ കുറച്ച് കടി വാങ്ങിച്ചിരുന്നു. അതെടുത്ത് നിന്ന്
എല്ലാരും കൂടി അങ്ങനെ ഇങ്ങോട്ടെത്തുമ്പോഴേക്കില്ല ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ബിരിയാണി എല്ലാം ഉണ്ടേനെ നല്ലോണം നല്ല ഭക്ഷണേനും വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല നല്ല ഭക്ഷണേനും നല്ലൊരു ചക്കേനെ ഭക്ഷണം കൊണ്ടുവന്ന കടി തിന്നലും നല്ല കഥാ അതെ ശരിയാ നല്ല ചക്കേന്റെ ഒരു പായസം പോലത്തെ സാധനം ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ചിക്കൻ ഇതായിട്ടും എല്ലാം നല്ല ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ ഇടത്തുമ്പോഴേക്ക് നമ്മള് പിന്നെ ഉച്ചക്കായിട്ട് നമ്മളത്ര കുറച്ച് തിരക്കിട്ടാ വന്നു ഒന്നാമത് ട്രെയിനിന് സമയമില്ലേ ടെൻഷൻ അടിച്ചിട്ട് ഓടി വന്ന പക്ഷെ ട്രെയിന് വന്നു നോക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂറാണ് നിൽക്കേണ്ടി വന്നേ അതങ്ങനെ പറ്റി അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇവിടെ വൈകിട്ടൊക്കെ വന്ന് ഇവരെ കണ്ടിട്ട് അങ്ങ് നിർത്തി ആജ്ഞയാണ് അതെ പുതിയ ശേഷം നാളെ വരെ എല്ലാവർക്കും ബായ് പറയാൻ പറ്റുന്നു ബായ്